ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എഗ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും നൂലപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ് മസാല. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 വെളുത്തുള്ളി, ചെറുതായി ചോപ്പ് ചെയ്ത 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ തവി ഉപയോഗിച്ച് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും വഴറ്റി യോജിപ്പിക്കുക. ഈ മസാലയെല്ലാം നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം മസാലയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തീ വീണ്ടും ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തക്കാളിയെല്ലാം ഇപ്പം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാലും മതിയാവും. ഇപ്പോൾ തക്കാളിയും നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ നല്ലതുപോലെ തേങ്ങാപ്പാൽ തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു 2-3 മുട്ട കൂടി ഇട്ട് കൊടുക്കുക. പുഴുങ്ങിയ തൊലിയെല്ലാം കളഞ്ഞ മുട്ട അതിൻ്റെ മുകളിലൂടെ ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മസാലയെല്ലാം മുട്ടയിൽ നന്നായി പിടിക്കും. അങ്ങനെ ചെയ്തിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് ഈ മസാലയെല്ലാം ഒന്ന് നല്ല ഒരു തിക്ക് ഗ്രേവി ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഒരു തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം മുട്ടയിൽ നന്നായി ഒന്ന് യോജിച്ച് വന്നിട്ടുമുണ്ട്. അവസാനമായി ഒരല്പം കറിവേപ്പിലയും 1 പച്ചമുളക് കീറിയതും 3-4 പീസ് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ എഗ് മസാല റെഡി ആയിട്ടുണ്ട്. നന്നായി വീണ്ടും എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും എല്ലാം കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.